ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ നിന്ന് വിട പറഞ്ഞ് പവിത്രമായ ഖബർ ഷരീഫിന്റെ അകത്തട്ടിൽ കിടക്കുകയാണ്. എല്ലാ സ്വഹാബത്തും നബി തങ്ങൾ വിട പറഞ്ഞ് ആ ഒരു വേദനയിലും ആ ഒരു സങ്കടത്തിലും ആ ഒരു വിഷമത്തിലുമായിട്ട് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അടങ്ങുന്ന വലിയ വലിയ ആളുകൾ ഇരിക്കുന്ന ആ പവിത്രമായ മജ്ലിസിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഹബീബിന്റെ വാക്കിനെതിര് കാണിക്കുകയാണോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബൊന്ന് പിടഞ്ഞുപോയി. ജീവിതത്തിൽ ഇന്ന് വരെ നബി തങ്ങളുടെ അധരങ്ങളിലൂടെ അടർന്നു വീണ ഒരു വാക്കിന് എതിര് കാണിച്ചതായിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് അറിയില്ല. സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ ചോദിക്കുകയാ, നിങ്ങൾ ഹബീബിന്റെ വാക്കിനെതിര് കാണിച്ചോ? ഈ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോവുകയാണ്, വല്ലാഹ് ഇന്ന് വരെ ഈ സെക്കൻഡ് വരെ ഒരൊറ്റ വാക്കുപോലും നബി തങ്ങൾക്കെതിരെ ഞാൻ ചെയ്തിട്ടില്ല. കേട്ടപാട് സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നൊരു വാക്ക് പറയുമ്പോ ഫബക്കാ ബുകാഅൻ ശദീദാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരഞ്ഞു പോവുകയാ. നബി തങ്ങളുടെ വാക്കിനെതിര് കാണിച്ചെന്നോ, ഞാൻ എന്താണ് എതിര് കാണിച്ചു എന്ന് പറയുമോ? ഉടൻ തന്നെ പറയുന്നു, സിദ്ദീഖേ, നബി തങ്ങൾ പറഞ്ഞു പോയത് ഒരാൾ ദുനിയാവിന്റെ പുറത്തുനിന്ന് ഇവിടെ പറഞ്ഞ ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ആ 3 ദിവസം വരെയാ വിഷമിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് ഇരിക്കാനുള്ളത്. അത് കഴിഞ്ഞാ പിന്നെ നിങ്ങൾ വേദനപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് കൂടരുത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് കടന്നു പോകുമോ എന്ന് പറയുന്ന സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വീണ്ടും കരഞ്ഞു. അത് ശരിയാ, നബി തങ്ങൾ വഫാത്തായിട്ട് ഇന്ന് 5 ദിവസമായിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ഈ മസ്ജിദുൻ നബവിയിലുണ്ട്. 3 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ സങ്കടപ്പെടാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ ഹബീബിന്റെ അരികത്തിരിക്കുമ്പോ ആ വാക്കിന് എതിര് കാണിച്ചോ? കേട്ടപാട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ സഹാബത്തിനോട് പറയാ, എഴുന്നേക്കു സഹാബാ, നമുക്ക് ഇവിടുന്ന് പോകാം സഹാബാ.